ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയ അല്ലെങ്കിൽ ഇപ്പോഴും സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഹെയർ ബ്രൂച്ച് അല്ലെങ്കിൽ ഹെയർ തിയാര എന്നൊക്കെ പറയുന്ന ഒരു ഐറ്റം. നമ്മൾ ഈ ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ തന്നെ പേൾ ബീഡ്സൊക്കെ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന തിയാരാസ് അത്യാവശ്യം നല്ല രീതിയിൽ സെയിലായിക്കൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. അപ്പോൾ അതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. ഒരു മേക്കിംഗ് ക്ലാസ് എന്നൊക്കെ പറയാം. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ്. എളുപ്പം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു രണ്ട് മെറ്റീരിയലാണ്, ക്രിസ്റ്റൽ ബീഡ്സും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റോണ് ഐ ഷേപ്പിൽ വരുന്ന ഈ ഒരു സ്റ്റോണും. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഐറ്റം ഗിയർ വയർ, 4mm ഗിയർ വയറാണ് ഞാൻ അവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആദ്യം തന്നെ നമുക്ക് മേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും ക്രിസ്റ്റൽ ബീഡ്സ് ഈ ഒരു ഗിയർ വയറിലോട്ട് കോർത്ത് കൊടുക്കണം. അപ്പോൾ അതൊരു ലെയറായിട്ട് ഒരു ടങ്കീസിനകത്ത് വരുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ടങ്കീസ് കളയാതെ തന്നെ ഗിയർ വയർ അതിനകത്തൂടെ കയറ്റിയിട്ട് എളുപ്പം നമുക്ക് ഇതുപോലെ ബീഡ്സ് കോർത്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതാ ഏകദേശം 30 to 35 ബീഡ്സാണ് ഞാനിവിടെ കോർത്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കാം. അതിനുശേഷം ഈ ഒരു ഗിയർ വയർ രണ്ടായി ഫോൾഡ് ചെയ്യുക. ഒരു ഭാഗം ചെറുതും മറ്റേ ഭാഗം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുണ്ടല്ലോ അതനുസരിച്ചിട്ട് ഫോൾഡ് ചെയ്യുക. ശേഷം നമ്മുടെ ഹെയറിൽ വെച്ച് കെട്ടാൻ പാകത്തിൽ ആ ഒരു തിയാരൻ്റെ അറ്റം ഇതുപോലെ റൗണ്ടാക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഓരോ ബീഡ്സായിട്ട് നമുക്ക് ഇതുപോലെ ട്വിസ്റ്റ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ആ ഒരു രീതിയിൽ നമുക്ക് ഓരോന്നായിട്ട് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ബീഡും കോർത്തെടുക്കുമ്പം അധികം ഗ്യാപ്പ് ഇടാതെ അടുത്തടുത്തായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ബീഡ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് നമ്മൾ ബീഡ് ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു ഗിയർ വയർ കൊണ്ടുവരിക. അതിനുശേഷം ഈ ഒരു രീതിയിൽ വീഡിയോയിൽ കാണുന്നത് പോലെ ബീഡ് ഇടാതെ ഒരു വശത്ത് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തെടുത്തതുപോലെ ഒരു കുഞ്ഞ് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ഓരോ വശത്തും ഒരു വശത്ത് ബീഡ് ഒരു വശത്ത് ഈ ഒരു രീതിയിൽ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ 1 by 1 ആയിട്ട് ചെയ്തെടുക്കാം. ഇത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. വീഡിയോ കാണുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ആദ്യം നമുക്കൊരു ക്രിസ്റ്റൽ ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു 4 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്താൽ മതിയാവും. 4-5 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡായിട്ട് ഈ ഒരു രീതിയിൽ റൗണ്ട് ആക്കിയിട്ട് നമുക്ക് അവിടെ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ആ ഒരു രീതിയിൽ സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാൻ പാകത്തിൽ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. വീണ്ടും അത് രണ്ട് ഗിയർ വയറും കൂടെ ഒന്ന് ട്വിസ്റ്റ് 4-5 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്തെടുക്കുക. ശേഷം ഓരോന്നായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ നിങ്ങൾ ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ വീഡിയോ സ്ലോ ആക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതാ ഒരു ഭാഗത്ത് ബീഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു 5 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡായിട്ട് ആ ഒരു ബീഡ് ഇട്ടിട്ടുള്ള ഗിയർ വയർ തന്നെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കൊണ്ടുവന്നിട്ട് ഈ ഒരു രീതിയിൽ റൗണ്ട് ആക്കിയിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം 2 ഗിയർ വയറും കൂടെ കൂട്ടിയിട്ട് ഒരു 5 പ്രാവശ്യം ഒന്നുകൂടെ ട്വിസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്തെടുത്താൽ മതി. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ഒരുപാട് ഗ്യാപ്പ് ഇടാതെ അടുത്തടുത്തായിട്ട് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഒരു ഭാഗത്തിപ്പോൾ 5-6 പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം നമ്മൾ ആ ഒരു രീതിയിൽ തന്നെ ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു ഭാഗത്ത് കുറേ ട്വിസ്റ്റ് ചെയ്തു, മറ്റേ ഭാഗത്ത് കുറച്ച് ട്വിസ്റ്റ് ചെയ്തു, അങ്ങനെ ആകുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ സമയത്ത് അത് കാണാൻ അത്ര ഭംഗിയുണ്ടാവില്ല. ഒരേ ലെവലിൽ തന്നെ എല്ലാ ഭാഗത്തും ട്വിസ്റ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്ഷനിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ബീഡാണെങ്കിൽ പിന്നെ നെക്സ്റ്റ് ഇടുന്നത് ഒരു സ്റ്റോണ്, പിന്നെ ബീഡ്, പിന്നെ സ്റ്റോണ്. ആ ഒരു പ്രോസസ്സിൽ വേണം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഗിയർ വയർ എടുക്കുന്ന സമയത്ത് 4mm ഗിയർ വയർ യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. നമ്മൾ ഇതുപോലുള്ള ക്രിസ്റ്റൽ ബീഡ്സ്, വലിയ സൈസിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ്, ഞാനിവിടെ 6mm ക്രിസ്റ്റൽ ബീഡ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഒരു സൈസിലുള്ള ബീഡ്സൊക്കെ വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ 4mm ഗിയർ വയർ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഞാൻ ഇതിന് മുന്നേ 3mm ഗിയർ വയർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് ഹെയറിൽ വെക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഒടിഞ്ഞു പോവും, അല്ലെങ്കിൽ ചെരിഞ്ഞു പോവുകയൊക്കെ, അങ്ങനെ ചില പ്രോബ്ലംസൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും വലിയ സൈസിലുള്ള ബീഡ്സ് വെച്ചിട്ട് ചെയ്യുമ്പം 4mm ഗിയർ വയർ യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ ബെറ്റർ.
അങ്ങനെ ഇതാ ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സെയിം പ്രോസസ്സ് തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്ഷനോട് കൂടി തന്നെ നമുക്ക് ഈ ഒരു തിയാര മേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു ഗ്യാപ്പ് ഇടുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗ്യാപ്പ് കൂടുകയോ കുറയോ ഒന്നും ചെയ്യാതെ ഒരേ അളവിൽ വേണം എല്ലാ വശത്തും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ അതവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ആ ഒരു ബീഡ്സ് മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബീഡ്സൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. നമ്മൾ ഈ ഒരു ഗിയർ വയർ മുമ്പിലായിട്ട് കാണുന്ന വിധത്തിലാണ് പല ബീഡ്സ് ഉള്ളത്. അതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് പിറകിലോട്ടായിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കണം. ഒരേ ലെവലിൽ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എൻ്റെ വശം കൂടെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ബാലൻസ് വന്നിട്ടുള്ള ആ 2 ഗിയർ വയറും കൂടെ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ ഈ ഒരു രീതിയിൽ ട്വിസ്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതുപോലെ റൗണ്ട് ഷേപ്പ് വരുന്ന എന്തെങ്കിലും ഒരു ഐറ്റം പെൻസിലോ അല്ലെങ്കിൽ ഇതുപോലെ സ്റ്റിക്കോ വല്ലതും വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഭാഗം ഒന്ന് റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഫിനിഷ് ചെയ്തെടുക്കണം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തതുപോലെ തന്നെ ബാലൻസ് വന്നിട്ടുള്ള ആ ഒരു ഗിയർ വയർ ഇതുപോലെ മുകളിലോട്ടായിട്ടൊന്ന് ചുറ്റി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നല്ല ഫിനിഷിങ്ങോടെ തന്നെ നമുക്ക് 2 ഭാഗവും എൻഡും അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങും ഒരേ രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നമുക്ക് സ്റ്റോൺ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. ഈ ഒരു ഐ ഷേപ്പിൽ വരുന്ന റെഡ് കളറിലുള്ള സ്റ്റോൺ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ഓരോന്നിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. B7000 ഗ്ലൂ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ആ സ്റ്റോൺസ് കംപ്ലീറ്റ് ആയിട്ട് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ തിയാരയുടെ ഫൈനൽ ലുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് പോലും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഇത്. അതുപോലെ തന്നെ നല്ലൊരു വരുമാനം കൂടെ നമുക്ക് ഇതിലൂടെ സമ്പാദിക്കാനും പറ്റും. ഇപ്പോഴും നല്ല ട്രെൻഡിങ് ആയിട്ട് സെയിലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഹെയർ ബ്രൂച്ച് അല്ലെങ്കിൽ തിയാര എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എളുപ്പം ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിന് നമുക്ക് ഇതുപോലൊരു മെറ്റൽ ഹെയർ ബാൻഡിലും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, അല്ലാതെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഇതുപോലെ മെറ്റൽ ഹെയർ ബാൻഡിലോട്ട് കോർത്ത് കൊടുത്തതിന് ശേഷം ഗിയർ വയർ യൂസ് ചെയ്തിട്ട് തന്നെ ഇതിൻ്റെ ഗ്യാപ്പ് വന്നിട്ടുള്ള ആ ഒരു സ്ഥലത്തൂടെ ഗിയർ വയർ ഇട്ടിട്ട് നമുക്കൊന്ന് ഈ ഒരു ഹെയർ ബാൻഡായിട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ഹെയർ ബാൻഡായിട്ട് കുട്ടികൾക്ക് യൂസ് ചെയ്യാം, അല്ലാതെയും യൂസ് ചെയ്യാം. അല്ലാതെ അതിൻ്റെ 2 അറ്റത്തുമായിട്ട് റിബൺ വെച്ച് കെട്ടിയിട്ട് അങ്ങനെയും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. തുടക്കക്കാർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ തന്നെ ഞാൻ പേൾ ബീഡ്സ് വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സിൽവർ കളറിലുള്ള ഒരു തിയാരയാണ് ഇത്. അപ്പം ഈ ഒരു രീതിയിലും നമുക്ക് ബീഡ്സ് യൂസ് ചെയ്തിട്ടും ചെയ്യാം, അല്ലാതെ ക്രിസ്റ്റൽ ബീഡ്സ് യൂസ് ചെയ്തിട്ടും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇതും വളരെ സിമ്പിളായിട്ട് ആ ഒരു സെയിം മെത്തേഡിൽ തന്നെ ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഇത് കുറച്ചുകൂടെ സൈസ് കുറവാണെന്നേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.